Good afternoon. ഡോക്ടർ ബിനിതയാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളിപ്പ് വരും എന്ന് പേടിച്ചുകൊണ്ട് പുളിപ്പ് എന്നുള്ള ആ ഒരു മാരകാവസ്ഥ, ശരിക്കും പല്ലിനെ സംബന്ധിച്ചെടുത്ത് പല്ല് വേദനയും പല്ലിന് വരുന്ന പുളിപ്പുമാണ് എല്ലാവരും അഡ്രസ് ചെയ്യുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ. അപ്പൊ ഈ പുളിപ്പ് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പല്ല് ക്ലീൻ ചെയ്യാത്തവരും ഉണ്ട്. അപ്പൊ ഏതവസ്ഥയിലാണ് നമുക്ക് പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുന്നത്? പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുന്നതിന്റെ കാരണം പല്ലിന് ഇനാമല് നഷ്ടപ്പെടുന്നതാവാം. രണ്ടാമത്തെ കാരണം പല്ലിന്റെ വേര് പുറത്തേക്ക് കാണുന്നതാവാം. പല്ലിന് ക്രാക്കുകൾ ഉണ്ടാവുന്നത്, പൊട്ടു വീഴുക, അങ്ങനത്തെ കണ്ടീഷനിലും പല്ലിന് പുളിപ്പുകൾ അനുഭവപ്പെടാറുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ക്ലീൻ ചെയ്യുമ്പോൾ, നിങ്ങൾ പലപ്പോഴായിട്ട് നമ്മളടുത്ത് വന്നിട്ടും ഒരുപാട് പേഷ്യൻസ് ചോദിക്കുന്ന കാര്യമാണ്, ഡോക്ടറെ പല്ലിന് പുളിപ്പുണ്ടാവോ? പല്ല് പുളിക്കില്ലേ? വേണ്ട ഡോക്ടറെ, ചെയ്യണ്ട. എത്രയങ്ങ് കണ്ടീഷൻ മോശമാണെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പലരും വില്ലിങ് അല്ല. അതിന് കാരണം അവർ മുമ്പ് ക്ലീൻ ചെയ്തപ്പോൾ അനുഭവിച്ചതും ആകാം, അല്ലെങ്കിൽ പലരിടത്തു നിന്നും കേട്ടതായിരിക്കാം. പുളിപ്പ് എന്തായാലും സഹിക്കാൻ കഴിയുന്ന ഒരു കണ്ടീഷൻ അല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പല്ലിന് പുളിപ്പുണ്ടാവുന്നു എന്ന് പറയുന്നത്? നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അൾട്രാസോണിക് സ്കെയിലർ ആണ്. അതായത് സൗണ്ട് വേവ്സിന്റെ ഹെൽപ്പോടെ, വെള്ളത്തിന്റെ ഹെൽപ്പോടെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഒരിക്കലും അൾട്രാസോണിക് വേവ്സിന് നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗമായിട്ടുള്ള ഇനാമലിനെ റിമൂവ് ചെയ്യാനോ ഒരു ഡാമേജ് വരുത്താനോ കഴിയുകയില്ല. പിന്നീട് എങ്ങനെയാണ് അപ്പൊ പുളിപ്പ് വരുന്നത്? പല്ലിന് പുളിപ്പ് വരാം, ഒരു നോർമൽ ക്ലീനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ വരണം എന്നില്ല. അതായത് അധികം അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടി, ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് നമ്മളുടെ മോണയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി, അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ക്ലീനിങ്ങിൽ ഒരിക്കലും പുളിപ്പ് അനുഭവപ്പെടണമെന്നില്ല. മോണരോഗത്തിന്റെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് ഈ പുളിപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പല്ലിന് ഉൾഭാഗത്തായിട്ട് ഒത്തിരി അഴുക്കടിഞ്ഞിരിക്കുന്ന കണ്ടീഷനൊക്കെ ആവുമ്പോൾ, ഈ അഴുക്ക് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, പ്ലാക്ക്, കാൽക്കുലസ്, അതായത് ബാക്ടീരിയാസ് അടിഞ്ഞുകൂടി കോളനൈസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. ഈ ബാക്ടീരിയാസ് അടിഞ്ഞുകൂടി ഉണ്ടായിരിക്കുന്ന കട്ടി കൂടിയ സാധനം പല്ലിന്റെ മോണയുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരികയും മോണ പല്ലിൽ നിന്ന് വിട്ടു വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. അങ്ങനത്തെ കണ്ടീഷനിൽ എന്താ സംഭവിക്കുക? നമ്മള്, അതായത് ഇതിപ്പോ നമ്മളുടെ മോണയാണല്ലേ, എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ, ഈ മോണ വിട്ടു നിൽക്കുകയോ പല്ലിനിങ്ങനെ കാണുകയും ചെയ്യുന്ന സമയത്ത് പല്ലിന്റെ വേര് പുറത്തേക്ക് കാണുന്നതായിരിക്കും. പല്ലിന്റെ വേരിന് എന്തില്ല? ഇനാമലില്ല. ഇനാമൽ പല്ലിന്റെ ഹെഡ് ഭാഗത്ത്, അതായത് ക്രൗൺ എന്ന് പറയും. പല്ല് നമ്മൾ മോണയ്ക്ക് പുറത്ത് കാണുന്ന ഭാഗങ്ങളിൽ മാത്രമേ ഇനാമലുള്ളൂ, ഉള്ളിലോട്ട് ഇനാമലില്ല. മോണ വിട്ടു നിൽക്കുന്ന സമയത്ത്, ഈ അഴുക്ക് അടിയുന്ന സമയത്ത്, അഴുക്ക് കാരണം തന്നെ എന്ത് ചെയ്യും? എല്ലും കൂടി ദ്രവിച്ചു പോകും. ആ സമയം ആവുമ്പോ എന്തായി? വേര് നന്നായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടാവും. ഇത് പുളിപ്പില്ലാതെ നിങ്ങൾക്ക് ഇരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ അഴുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ആരെ? വേരിന്. എന്തിൽ നിന്ന്? പുളിപ്പിൽ നിന്ന്, വേറെ ഒന്നിൽ നിന്നും അല്ല കേട്ടോ. അപ്പൊ എന്താണ്? നമ്മൾ ഈ അഴുക്കിനെ എടുത്ത് മാറ്റുന്നു, വേറെ എക്സ്പോസ്ഡ് ആവുന്നു. ആ സമയത്ത് എന്തായി? നിങ്ങൾക്ക് പുളിപ്പ് അനുഭവപ്പെടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അതല്ലാതെ നമ്മള് സ്കെയിലിംഗ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, ക്ലീൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇനാമൽ നഷ്ടപ്പെടുന്നില്ല. അപ്പൊ പല്ല് ക്ലീൻ ചെയ്തതിന് ശേഷം പുളിപ്പ് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മോണരോഗം ഓരോരോ സ്റ്റേജ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിന്റെ ചികിത്സയിലേക്ക് പോകേണ്ടതായിട്ടുണ്ടെന്നാണ്. അപ്പൊ ഒരുവിധം മോണ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഗം മസാജിലും സർട്ടൻ മെഡിസിൻസ്, ചില മരുന്നുകൾ അപ്ലൈ ചെയ്യുന്നതിലും മൗത്ത് വാഷസ് യൂസ് ചെയ്യുന്നതിലും ഒക്കെ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. അതെങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് ഗം മസാജ് ചെയ്യേണ്ടത് എന്നെല്ലാം ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അതിലപ്പുറത്തേക്കുള്ളത് നമുക്ക് ഫ്ലാപ്പ് സർജറീസ് ഉണ്ട്. അതായത് മോണയിൽ സർജറി ചെയ്തിട്ട് ഇറങ്ങിപ്പോയ മോണയെ തിരികെ കൊണ്ടുവന്ന് ടൂത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതികളും അവൈലബിൾ ആണ്. ഇനി ചെറിയ പുളിപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുറെ ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റുകൾ നമ്മൾ വിപണിയിൽ അവൈലബിൾ ആണ്. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പേസ്റ്റുകൾ ഉണ്ട്. ഇത് നമ്മൾ പേഷ്യൻസിനോട് യൂസ് ചെയ്യാൻ പറയാറുണ്ട്. ഈ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പേസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം? സാധാരണ ബ്രഷിൽ പേസ്റ്റ് എടുത്ത് തേക്കുന്ന പോലെ അല്ല തേക്കേണ്ടത്.
ആ പേസ്റ്റ് എടുത്തിട്ട് പല്ലിന് അപ്ലൈ ചെയ്തിട്ട് ഒരു 2 to 3 minutes വെയിറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ ക്ലീൻ ചെയ്യുക. അല്ലാത്ത സമയത്ത് ആ പേസ്റ്റിന് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടാവാറില്ല. പുളിപ്പ് ഒഴിവാക്കാനുള്ള മൗത്ത് വാഷസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഡീസെൻസിറ്റൈസിങ് ഏജൻസ് വേറെയും ഡെന്റിസ്റ്റുകളുടെ കയ്യിലുണ്ട്. അതെല്ലാം അപ്ലൈ ചെയ്താലും ഈ പറഞ്ഞ പുളിപ്പിൽ നിന്ന് ആശ്വാസം ഉണ്ടാവും. അപ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പല്ല് ക്ലീൻ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു അടുത്തടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനാണ് വരാറ്.